ഭാരതം 1971 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ വിജയാഘോഷത്തിൻ്റെ 53ാമത് വാർഷിക ആഘോഷവേളയിലാണ് നമ്മളിപ്പോൾ. 13 ദിവസം കൊണ്ട് ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തുക, അതും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ഭൂപ്രദേശത്ത് കൂടെ ഒരു മിന്നൽ പിണര് പോലെ മുന്നോട്ട് പാഞ്ഞ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നന്ന് വിളിച്ചിരുന്ന ആ ഭൂഭാഗം മുഴുവൻ ലിബറേറ്റ് ചെയ്യുകയും അതിന് അവിടെ ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാഷ്ട്രം ഉടലെടുക്കുകയും ചെയ്തതാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ യുദ്ധത്തിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. സായുധ സേനയിലെ 3 വിഭാഗങ്ങളും പങ്കെടുക്കുകയും ഒരുപോലെ അവരുടെ കഴിവ് തെളിയിക്കുകയും ചെയ്ത ഒരു യുദ്ധമാണിത്. ഈ യുദ്ധത്തിന് വേറൊരു പ്രത്യേകതകളുണ്ട് കൂടെയുണ്ട്. ആ യുദ്ധത്തിൻ്റെ അവസാനം ഈസ്റ്റ് പാകിസ്ഥാൻ എന്നന്ന് വിളിച്ചിരുന്ന ആ ഭൂവിഭാഗം അടിയറവ് പറഞ്ഞ് 93,000-ഓളം പാകിസ്ഥാൻ സൈനികരെ യുദ്ധത്തടവുകാരായി പിടിച്ച ഒരു ചരിത്രം വേറെ ഒരു യുദ്ധത്തിലും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതി. ഇതുപോലൊരു വിജയം സായുധ സേനയുടെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതി ചേർക്കേണ്ട ഒന്നാണ്. അത് അങ്ങനെ തന്നെ എല്ലാ ഭാരതീയർക്കും ഈ യുദ്ധത്തെ കാണാൻ സാധിക്കും. ഈ യുദ്ധത്തിൽ മൺമറിഞ്ഞു പോയവരും അംഗവൈകല്യം വന്നവരും അതുപോലെ ഈ വക ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുടുംബത്തിന് നാഥനില്ലാത്തവരായ അനേകം പേർ ഇന്നും നമ്മുടെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവരെയെല്ലാം ഓർക്കുകയും അവർക്കെല്ലാം എല്ലാ നന്മകളും വരട്ടെ എന്ന് ഈ ജഗദീശനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് ആ യുദ്ധത്തിൽ മൺമറിഞ്ഞു പോയ എല്ലാ സൈനികരെയും ഓർത്ത് അവരെ ആദരിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം ആചരിക്കാം. നന്ദി, നമസ്കാരം.